വന്നിരിക്കുന്നത്. അത് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന അമ്മയുടെ കൂട്ടാണ് ഇന്ന് നമ്മുടെ മീൻകറിയിൽ. ഇത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്ത് കുരുമുളക് ആദ്യം ഇടും. കുരുമുളക് ഇട്ടതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇടും. വറ്റൽമുളകും കുരുമുളകും കൂടെ നമ്മൾ നന്നായിട്ട് വഴറ്റും. വഴറ്റി കഴിഞ്ഞിട്ട് ഈ കുരുമുളക് പൊട്ടുന്ന ഒരു സൗണ്ടും വറ്റൽമുളക് ഇങ്ങനെ വീർത്തൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അതിനെ കോരി മാറ്റും. എന്നിട്ട് നമ്മൾ ഇതിനകത്തിലോട്ട് ചുമന്ന ഉള്ളി നമ്മളൊരു 5-8 ചുമന്നുള്ളി, വലുതാണെങ്കിൽ നമ്മൾക്കൊരു 5 എണ്ണം മതി, ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണം എടുക്കുക. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഈ വഴറ്റിയ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ വീണ്ടും അതിടും. അതും നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു കളറ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഗോൾഡൻ, ഒത്തിരി ബ്രൗൺ ആയാലും ഒരു ചെറിയ ലൈറ്റ് ഒന്ന് വഴഞ്ഞൊന്ന് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തിലോട്ട്, ശരിക്കും പറഞ്ഞാൽ ഈ റെസിപ്പി അമ്മൂമ്മയുടെയാണ്, എനിക്കത്ര അറിയത്തില്ല, ഞാനിപ്പോൾ ഈ വീഡിയോ നോക്കിയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ പല റെസിപ്പി നമ്മൾ മീൻകറി പല രീതിയിൽ വെക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഫേവറേറ്റ്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് റെസിപ്പിയാണിത്. എന്നിട്ട് ഇതിനകത്തോട് നമ്മൾ ഇച്ചിരി കാശ്മീരി മുളക് പൊടി, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മളുടെ ആദ്യം മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ അതൊന്നും നന്നായിട്ട് വഴറ്റണം, അതിൻ്റെ പച്ചമണം. ഈ മല്ലിപ്പൊടി നമ്മളുടെ ഇവിടെ പൊടിച്ച തന്നെയാണ്, നല്ല പൗഡറായിട്ട് പൊടിച്ച മല്ലിപ്പൊടിയാണ്. പിന്നെ മുളക് പൊടിയും കൂടി ഇടും. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ വഴറ്റണം. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കും. ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു കളർ, ഒരു ലൈറ്റ് കളർ മാറിക്കതിന് ശേഷം നമ്മൾ ഇതിനകത്തിലോട്ട് ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. നന്നായി അരച്ചെടുത്തിട്ട്, നമ്മൾക്ക് മിക്സിയിലാണ് അരയ്ക്കുന്നത്, അമ്മിയെ വെച്ച് അരയ്ക്കണമെങ്കിൽ കല്ലിൽ വെച്ച് നമുക്ക് അരയ്ക്കാം. എന്നിട്ട് നമ്മളത് അധികം വെള്ളം ഒഴിച്ച് അരയ്ക്കല്ല, ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ ശകലം വെള്ളം ഒഴിച്ച് അരയ്ക്കണം. ഇപ്പം നമ്മളിവിടെ ഒരു 1/2 കിലോ മത്തിയാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ളത് നമ്മളെടുത്തു, ബാക്കി കുറച്ച് എക്സ്ട്രാ അത്രയും വേണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വേറെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കുന്നത്, നമുക്ക് 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ മീൻ മുങ്ങി കിടക്കാനുള്ള വെള്ളം മാത്രം മതി. ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റിച്ചെടുക്കാൻ ഒത്തിരി ടൈം എടുക്കും. മാത്രമല്ല ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല, വെള്ളത്തിന് രുചിയായിരിക്കും ധാരാളമായിട്ട് വരിക. എന്നിട്ട് അമ്മ നന്നായിട്ട് മിക്സിയുടെ ജാറൂടെ കഴുകിയുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ ചട്ടിയാണ്, അപ്പോൾ നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം, അതായത് ഒരു ചെറിയ കപ്പിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തികളെയും, പിന്നെ ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പ് മറന്നു